നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെയാണ് ചേർന്ന കേരളം. അവസാന കണക്ക് പ്രകാരം സംസ്ഥാനത്തെ മൊത്തം പോളിംഗ് ശതമാനം 77.13. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലാണ് ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35 എന്ന ശതമാനവും മറികടന്നേക്കും. ഔദ്യോഗിക പോളിംഗ് സമയം അവസാനിച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടും സംസ്ഥാനത്തെ ഒട്ടേറെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ നീണ്ട ക്യൂ ആയിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ബൂത്തിലുള്ള എല്ലാവർക്കും സമ്മതിദാനാവകാശം വിനിയോഗിക്കാം എന്നതിനാൽ പലയിടത്തും ടോക്കൺ നൽകി പോളിംഗ് രാത്രിയിലും തുടർന്നു. അവസാന കണക്കുകൾ പ്രകാരം വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. തിരുവനന്തപുരം 73.37, കഴിഞ്ഞ തവണ 68.63 ആയിരുന്നു. ആറ്റിങ്ങൽ 74.13, കൊല്ലം 74.33, പത്തനംതിട്ട 74.04. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ 65.81 ആയിരുന്നു പോളിംഗ് ശതമാനം. 8% വർധന. പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി 10 ലക്ഷത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. മാവേലിക്കരയിൽ 74.04% പോളിംഗ്. ആലപ്പുഴ 79.87%. കോട്ടയം 75.25%. ഇടുക്കി 76.21. എറണാകുളം 76.48. ചാലക്കുടി 79.94. തൃശൂർ 77.49. ആലത്തൂർ 79.81. പാലക്കാട് 77.38. പൊന്നാനി 74.35. മലപ്പുറം 75.22. കോഴിക്കോട് 79.39. കഴിഞ്ഞ തവണ 73.25% പോളിംഗ് രേഖപ്പെടുത്തിയ വയനാട്ടിൽ ഇത്തവണ 80.01% പോളിംഗ്. വടകര 79.86. കണ്ണൂർ 82.26. കണ്ണൂരിലെ പോളിംഗ് ശതമാനമാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ്. കാസർഗോഡ് 79.65. രാത്രി വൈകിയും പല ബൂത്തുകളിലും പോളിംഗ് തുടരുന്നതിനാൽ അവസാന കണക്കുകളിൽ ഈ ശതമാനം ഉയരാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 73.89 നിന്ന് 4% പോളിംഗ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 77.35 എന്ന ശതമാനക്കണക്കും മറികടന്നേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വോട്ടിംഗ് ശതമാനത്തിലെ വർധനവിൽ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ. BJP വിരുദ്ധ വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ വീണിട്ടുണ്ടാകുമെന്ന ഇടതു വലത് മുന്നണികൾ കണക്കുകൂട്ടുന്നു. ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയത് എന്നാണ് BJP അവകാശവാദം. അവകാശവാദം ഉന്നയിക്കുമ്പോഴും വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് ആരെ തുണയ്ക്കുമെന്ന ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. സ്ത്രീകളും ചെറുപ്പക്കാരും കൂടുതലായി ബൂത്തിലെത്തിയതിനു പിന്നിലെ രാഷ്ട്രീയ രസതന്ത്രമാണ് മുന്നണികളെ കുഴയ്ക്കുന്ന ഘടകം. കേന്ദ്രത്തിൽ BJP ഭരണം തടയണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വോട്ടർമാരിൽ കണ്ണുവച്ചായിരുന്നു ഇടതു വലത് മുന്നണികളുടെ പ്രവർത്തനം. പോളിംഗ് ശതമാനം കൂടിയതിന് കാരണം ഇതാണെന്ന് ഉറപ്പിക്കുമ്പോഴും BJP വിരുദ്ധ വോട്ടുകൾ ആരെയാണ് തുണച്ചിട്ടുണ്ടാവുക എന്ന ആശങ്ക ഇടതു വലത് മുന്നണികൾക്ക് ഒരുപോലെയുണ്ട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ വിശ്വാസം ഇടതുമുന്നണിയാണെന്നും ഈ വോട്ടുകൾ തുണയ്ക്കുമെന്നും ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. ചെറുപ്പക്കാർ കൂടുതലായി വോട്ട് ചെയ്യാനെത്തിയതിലും CPM പ്രതീക്ഷ വയ്ക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടേതടക്കം BJP വിരുദ്ധ വോട്ടുകൾ തരംഗമായി തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ശബരിമല വിഷയത്തിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ വികാരം പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു കാരണമായി കോൺഗ്രസും BJPയും കാണുന്നു. ഈ അധിക വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ വീണിട്ടുണ്ടാവുമെന്നാണ് ഇരുകൂട്ടരും ഉറപ്പിക്കുന്നത്. ഇക്കുറി ഹിന്ദു വോട്ടുകളിൽ വലിയ തോതിൽ ഏകീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് പല മണ്ഡലങ്ങളിലെയും കണക്ക് നിരത്തി BJP അവകാശപ്പെടുന്നു. വെട്ടിയും തിരുത്തിയും കണക്ക് കൂട്ടാൻ മുന്നണികൾക്ക് മുന്നിൽ കൃത്യം 1 മാസം കൂടിയുണ്ട്. ആരുടെ കണക്കാണ് ശരിയായെന്നറിയാൻ മെയ് 23 വരെ കാക്കേണ്ടി വരും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ക്രമക്കേട് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ VVPAT പോളിംഗ് വൈകാനിടയാക്കി. വോട്ടർമാർ കാത്തുനിന്നത് മണിക്കൂറുകളാണ്. രാത്രി വൈകിയാണ് പല ബൂത്തുകളിലും വോട്ടിംഗ് പൂർത്തിയായത്. വോട്ടർമാർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ കൃത്യമായി പതിഞ്ഞെന്ന് ഉറപ്പുവരുത്തുവാനാണ് VVPAT നടപ്പാക്കിയത്. 7 സെക്കൻഡ് കൊണ്ട് VVPAT പരിശോധിച്ച് ഒരാൾക്ക് വോട്ടിംഗ് പൂർത്തിയാക്കാം. എന്നാൽ പലർക്കും ഈ രീതി അപരിചിതമാണ്. ഇത് വോട്ടിംഗ് വൈകിച്ചു. മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും വോട്ട് രേഖപ്പെടുത്തിയത്. കുറച്ച് നേരം വെക്കെ അയക്കുന്നു. 1 മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നിക്കണം.
ഇതിൻ്റെ താമസം എന്താണെന്ന് അറിയുന്നില്ല, പക്ഷേ ക്യൂ എത്ര ആയിട്ടും പോകുന്നില്ല. പല ബൂത്തുകളിലും രാത്രി വൈകിയാണ് വോട്ടിംഗ് പൂർത്തിയായത്. വൈകി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വിവിപാറ്റിൽ വോട്ടർമാർ സംതൃപ്തരാണ്. ഇത് നല്ലതാണല്ലോ ചെയ്യണത്, വൈകിട്ടാണെങ്കിലും. കോഴിക്കോട് മണ്ഡലത്തിലെ കായണ്ണ 46 നമ്പർ ബൂത്തിൽ രാത്രി 11 മണിക്കാണ് വോട്ടിംഗ് പൂർത്തിയാക്കിയത്. ഈ ബൂത്തിൽ 1310 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. വോട്ടിങ്ങിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിപാറ്റ് സമ്പ്രദായം നടപ്പാക്കിയത്. ക്രമക്കേടുകൾ തടയുവാൻ ഇത് ഏറെ സഹായകരമാണെങ്കിലും വോട്ടിംഗ് നടപടിക്രമങ്ങൾ വൈകുന്നതിനും ഇത് ഇടയാക്കി. കോഴിക്കോട് നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലാകും ഇനിയുള്ള 1 മാസം സ്ട്രോങ് റൂമുകൾ. സംസ്ഥാനം വിധിയെഴുതിയത് എന്തെന്നറിയാൻ ഇനി 1 മാസത്തെ കാത്തിരിപ്പ്. അതുവരെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിൽ ഉണ്ടാകും. ഇതിനായി 257 സ്ട്രോങ് റൂമുകളും ഒരുക്കി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 55 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ടാകും. കേന്ദ്രസേനയുടെ അതീവ സുരക്ഷയും നിരീക്ഷണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPFന്റെ 12 കമ്പനിയാണ് സുരക്ഷയ്ക്കായി മാത്രം വിന്യസിച്ചിട്ടുള്ളത്. CCTV അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടാകും. അടുത്ത മാസം 23-നാണ് വോട്ടെണ്ണൽ. ഒരു നിയമസഭാ മണ്ഡലത്തിലെ 5 പോളിംഗ് ബൂത്തുകളിലെ വിവിപാറ്റ് രസീതുകളും എണ്ണിയ ശേഷമാകും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നറുക്കിട്ടാണ് ഇതിനായി ബൂത്തുകൾ തെരഞ്ഞെടുക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ടെടുപ്പിന് ശേഷം സസ്പെൻസ് ഒളിപ്പിച്ച തിരുവനന്തപുരം. വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്ന കൂട്ടലിലും കിഴിക്കലിലുമാണ് മുന്നണികൾ. 73.37 തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം. പ്രചാരണകാലത്തുടനീളം കാത്തുസൂക്ഷിച്ച അപ്രവചനീയത വോട്ടെടുപ്പിന് ശേഷവും തുടരുകയാണ് തിരുവനന്തപുരത്ത്. 68.8 2014 പോളിംഗ് ശതമാനം. ഇത്തവണ പോളിംഗിൽ 3% വർധന. പാറശാലയും നെയ്യാറ്റിൻകരയും കഴക്കൂട്ടവും കോവളവും ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരൻ. കഴിഞ്ഞ തവണ തുണച്ച തീരദേശ മണ്ഡലങ്ങൾ ഇത്തവണയും ഒപ്പം നിൽക്കുമെന്നും നഗരമണ്ഡലങ്ങളിൽ പിടിച്ചു നിൽക്കാനാകുമെന്നുമാണ് UDFന്റെ പ്രതീക്ഷ. Many people in Thiruvananthapuram and across Kerala want to replace the BJP government in the centre, and that's an additional element that has worked for us. They want to bring a Rahul Gandhi-led or Congress participating government, a UPA government, a Congress government into power nationally. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ന്യൂനപക്ഷ മേഖലകളിൽ ഉണ്ടായ വോട്ടർമാരുടെ വൻ തള്ളിക്കയറ്റവും ഇടതു വലതു മുന്നണികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ വോട്ടർമാരുടെ വൻ പങ്കാളിത്തത്തിലാണ് BJP പ്രതീക്ഷ, പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം മണ്ഡലങ്ങളിൽ. ബാക്കി മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തുമെന്നും BJP കണക്കുകൂട്ടുന്നു. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അങ്ങേയറ്റം ആവേശകരമായ പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കുന്നു. ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കണ്ണൂരിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. പരമ്പരാഗത ഇടതുകോട്ടകൾക്കൊപ്പം UDF ശക്തികേന്ദ്രമായ മലയോര മേഖലയിലും ഇത്തവണ മുൻ വർഷങ്ങളേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞ പാരമ്പര്യമുള്ള കണ്ണൂരിൽ ഇത്തവണ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തെ 81.33% മറികടന്ന കണ്ണൂർ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതാണ്. കഴിഞ്ഞ തവണ മലയോര മേഖലയിൽ തിരിച്ചടിയായ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ പ്രശ്നങ്ങൾ ഇത്തവണ ഇല്ലെന്നതാണ് കെ സുധാകരന്റെ പ്രതീക്ഷ. ഇരിക്കൂറിൽ 80.94%, പേരാവൂരിൽ 81.33% ഇത്തവണ പോളിംഗ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ശബരിമല വിഷയത്തിലെ അസംതൃപ്ത വോട്ടുകളും സുധാകരൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരെ ചൊവ്വേ ഇലക്ഷൻ നടന്നാൽ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇപ്പോഴും പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ 1,00,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലാണ് LDF. ഇടതുകോട്ടകളിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭൂരിപക്ഷത്തിലും പ്രതിഫലിച്ചാൽ ഇത്തവണയും ജയിച്ചു കയറാമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. തളിപ്പറമ്പിലാണ് മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്, 86.02%. മട്ടന്നൂരും ധർമ്മടവും കൂടി ചേർന്നാൽ തരക്കേടില്ലാത്ത ഭൂരിപക്ഷമുണ്ടാവുമെന്ന് LDF കണക്കുകൂട്ടുന്നു. 2004 ഞങ്ങൾക്ക് 20-ൽ 18 കിട്ടിയത്. ചിലപ്പോൾ ഇത്തവണ ഒന്നുകൂടി കൂടിയെന്ന് വരും. അതാണ് ഇത്തവണ ചരിത്ര വിജയത്തിലേക്ക് LDF എത്തുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളത്. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളും ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ തലേന്നെടുത്ത പോലീസ് കേസുമൊക്കെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചെന്ന് കണ്ടു തന്നെ അറിയണം. അടിവലിവുകളും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടെന്നതും കണ്ണൂരിലെ വിജയിയെ നിശ്ചയിക്കും. ഏതായാലും പ്രവചനാതീത മത്സരം നടന്ന മണ്ഡലത്തിൽ ഇനി 1 മാസം നീളുന്ന കാത്തിരിപ്പ്.
അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കണ്ണൂർ. പോളിംഗിലെ വർധനവ് മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് പോളിംഗ് ശതമാനം കൂടിയത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. പൊന്നാനിയിൽ LDF-ന് മേൽക്കൈയുള്ള ഇടങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. ഇരു മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷം UDF-നുണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. റെക്കോർഡ് പോളിംഗ് ആണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. മലപ്പുറത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ പോളിംഗ് എങ്ങനെയാണ് ഈ ഒരു കനത്ത പോളിംഗിനെ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നത്? ഈ കനത്ത പോളിംഗ് UDF-ന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. അത് യാതൊരു സംശയവുമില്ലാത്ത കാരണമാണ്. UDF മേഖലകളിലാണ് ഈ കനത്ത പെർസെൻറ്റേജ് വർധനവ് വന്നിരിക്കുന്നത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ 2014-ലും 2017-ലും ഉണ്ടായ പോളിംഗിനേക്കാൾ വലിയ പോളിംഗാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് പോളിംഗ് കൂടിയ LDF-ന് അനുകൂലമാവും എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒട്ടുമില്ല. കാരണം LDF കേന്ദ്രങ്ങൾ എടുത്തു നോക്കിയാൽ മതി. LDF കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം കുറവാണ്. നേരെ മറിച്ച് UDF കേന്ദ്രങ്ങളിലാണ് ഈ സ്പിരിറ്റ് വന്നിരിക്കുന്നത്. ഒരു UDF സ്പിരിറ്റ് വന്നിരിക്കുന്നത് UDF കേന്ദ്രങ്ങൾ. മലപ്പുറം ഉദാഹരണമായിട്ട് ഇപ്പോൾ വേങ്ങരയിലൊക്കെയാണ് ശതമാനം കൂടിയത്. അവിടെ എത്ര ശതമാനം കൂടുന്നോ അത്രയും വോട്ട് UDF-നാണ് വരിക. കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ 1-2 സീറ്റിൽ മാത്രമാണ് ഫൈറ്റ്. ഞാൻ പോളിംഗിൻ്റെ മുമ്പ് പറഞ്ഞത് അതാണ്. ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുക. രാഹുലിന്റെ ഒരു സാന്നിധ്യം വയനാട് എത്രമാത്രം മാറ്റം ഉണ്ടാക്കിയാണ്? വയനാട് വലിയ പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. രാഹുലിൻ്റെ സാന്നിധ്യം വയനാട്ടിലും കേരളത്തിലും മാത്രമല്ല സൗത്തിൽ മുഴുവൻ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ സൗത്തിൽ ദർ ഈസ് എ ഡിഫറൻസ്. അത് യാതൊരു സംശയമില്ല. വയനാട്ടിലെ റെക്കോർഡ് പോളിംഗ് രാഹുൽ കാരണമാണോ? രാഹുൽ കാരണമാണ്. രാഹുൽ കാരണമാണ്. രാഹുലിന് അനുകൂലമാണ്. രാഹുലിൻ്റെ മെജോറിറ്റി കേരളം ഇതുവരെ കാണാത്ത നമ്പറായിരിക്കും. എന്തുകൊണ്ടായിരിക്കും എത്രയധികം പോളിംഗ് ഉണ്ടാവാൻ സാധ്യത? കാരണം അല്ല, ഈ BJP അല്ലാത്തവരാണ് കേരളത്തിലധികം. BJP അല്ലാത്തവരൊക്കെ ഇപ്പോൾ അത് സാധിക്കുക കോൺഗ്രസിനാണ് എന്നുള്ള ചിന്തയിൽ UPA കാണുന്നുള്ള ചിന്തയാണ്. യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ കല്ലട ബസ്സിലെ 7 ജീവനക്കാരെ റിമാൻഡ് ചെയ്തു. വധശ്രമം, മോഷണം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബസ് കമ്പനി ഉടമ സുരേഷ് ഇന്ന് പോലീസിന് മുമ്പാകെ ഹാജരായേക്കും. യാത്രക്കാരെ മർദ്ദിച്ച 7 ജീവനക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബസ്സിലെയും വൈറ്റില ഓഫീസിലെയും ജീവനക്കാർ ഇക്കൂട്ടത്തിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവരെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി. മോഷണം, വധശ്രമം അടക്കമുള്ള ഗൗരവമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബസ്സുടമ സുരേഷ് കല്ലട ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഇയാൾ ഇന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ എത്തിയേക്കും എന്നാണ് സൂചന. കല്ലടയ്ക്കെതിരായി നിയമ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ബസ് ജീവനക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ വ്യക്തമാക്കി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ചത്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഹരിപ്പാട് വണ്ടി മണിക്കൂറുകളോളം നിർത്തിയിട്ടത് ചോദ്യം ചെയ്തതിനായിരുന്നു പ്രകോപനം. വാഹനം കൊച്ചി വൈറ്റിലയിലെത്തിയപ്പോൾ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഇന്റലിജൻസ് മേധാവിക്കെതിരെ ആഞ്ഞടിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന. സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ സൈനിക പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിൽ 24 മണിക്കൂറിനകം അഴിച്ചുപണി നടത്തുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് 40 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്നലെ IS ഏറ്റെടുത്തിരുന്നു. തീവ്രവാദ ആക്രമണമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും സൗഹൃദ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുമുണ്ടായിരുന്നു. ഇക്കാര്യം രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചില്ലെന്ന് മൈത്രിപാല സിരിസേന കുറ്റപ്പെടുത്തി. ആക്രമണ സാധ്യത അറിഞ്ഞിരുന്നെങ്കിൽ ഫലപ്രദമായ നടപടികളും മുൻകരുതലുകളും സ്വീകരിച്ചേനെയെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ സംസ്കാരം ഇന്നലെ നെഗോംബോ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് പള്ളിയിലെത്തിയത്. ചടങ്ങുകൾക്കിടെ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഒരു നിമിഷം മൗനം ആചരിച്ചു. കൊല്ലപ്പെട്ടവരിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവായ 8 വയസ്സുകാരനുമുണ്ടെന്ന് കണ്ടെത്തി. സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് 40 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇന്നലെ IS ഏറ്റെടുത്തിരുന്നു. ചാവേർ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 321 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ആദ്യ ഉച്ചകോടി നാളെ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിൽ നടക്കും. കൊറിയൻ മേഖലയിലെ ആണവ പ്രതിസന്ധിയാവും മുഖ്യ ചർച്ചാ വിഷയം.
യുഎസുമായി കിങ് നടത്തിയ ഉച്ചകോടി കാര്യമായി ഫലം ചെയ്യാത്ത സാഹചര്യത്തിലാണ് പുടിനുമായുള്ള ചർച്ച. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വ്ളാഡിവോസ്റ്റോക്കിലെ റെസ്ക്യൂ ദ്വീപിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതി. മുതിർന്ന രണ്ടാമത്തെ ജഡ്ജി എസ്.എ. ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. അതേസമയം ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചുവെന്ന സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരാകും. ചീഫ് ജസ്റ്റിസിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന ആവശ്യം നിയമവൃത്തങ്ങളിൽ സജീവമായതോടെയാണ് അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം. സുപ്രീം കോടതിയിലെ മുതിർന്ന രണ്ടാമത്തെ ജഡ്ജിയായ എസ്.എ. ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. ബോബ്ഡെയെ കൂടാതെ ജസ്റ്റിസുമാരായ എൻ.വി. രമണ, ഇന്ദിരാ ബാനർജി എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. മുതിർന്ന മൂന്നാമത്തെ ജഡ്ജി എന്ന പരിഗണനയിലാണ് എൻ.വി. രമണയെ സമിതിയിൽ അംഗമാക്കിയപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇന്ദിരാ ബാനർജിയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത്. ആഭ്യന്തര അന്വേഷണത്തിനാണ് സമിതി നേതൃത്വം നൽകുക. പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ സമിതി തീരുമാനമെടുക്കും. അതേസമയം ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചെന്ന് സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഉത്സവ് സിംഗ് ഇന്ന് കോടതിയിൽ ഹാജരാവും. ഉത്സവ് സിംഗ് ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ശ്രമിക്കുന്നതിൽ ജഡ്ജിമാർക്കും പങ്കുണ്ടെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശവും അഭിഭാഷകൻ വിശദീകരിക്കും. ന്യൂസ് 18 ഡൽഹി. കെവിൻ കേസിൽ വിചാരണ ഇന്ന് തുടങ്ങും. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ. 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനാണ് സെഷൻസ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്. രാവിലെ 10 മണി മുതൽ എല്ലാ ദിവസവും വിചാരണ ആരംഭിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. കെവിനെ പ്രതികൾ ബോധപൂർവ്വം മുക്കിക്കൊന്നതാണ് എന്ന കുറ്റപത്രത്തിലാണ് വിചാരണ. കഴിഞ്ഞ മെയ് 26-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.